9 മാസങ്ങൾക്ക് മുമ്പ് അതായത് 2024 ജൂൺ 9-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ മകളെ അവിടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി അടിച്ചിട്ട് അവരുടെ തന്നെ കസിൻസ് അവരുടെ അപ്പനെ ക്യാൻസർ ആയിട്ടിരിക്കുന്ന പുള്ളീനെ കാണാനായിട്ട് അവിടെ വന്നവരാ. അവരുടെ കാങ്കയിട്ട് ഹാളിനകത്തിട്ട് ചവിട്ടിയിട്ട് അവർ ഇവിടെ വന്ന് രാത്രി 8:30 മണിക്ക് ശേഷം എന്നോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി 12:30 മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതക്കേന്ന് ഒരു കുഞ്ഞിനെയും എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുക. അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സെല്ലിലാണ്. അവിടെയുണ്ട് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രാത്രി മകളെയും കൊണ്ട് വന്നത് 2:30 മണി രാത്രിയായപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ടുപിടിയെല്ലാം കിട്ടി എൻ്റെ പരിക്കുകളും കരിവാളിച്ച് കിടക്കുന്ന വേദനയും 3 സിസേറിയൻ കഴിഞ്ഞ പെണ്ണാത് അതിനായിട്ട് ചവിട്ടിക്കൂട്ടിയെ. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഏറ്റുമാനൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങളിതും തിരക്കി വേണം. അവിടുത്തെ ലേഡി ഡോക്ടർ മെയിനുള്ള പുള്ളിക്കാരത്തി എന്നെ പുറത്ത് നിർത്തിയിട്ട് അവിടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പരിശോധിച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാണെന്ന് പറഞ്ഞു. ആ ഇൻറ്റിമേഷൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇൻറ്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ പറയും അങ്ങോട്ട് വിട്ടെന്ന് പറയും, തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആ FIRന് ശേഷമാണ് ഒരു മകസർ എഴുതാനും. അപ്പോൾ അതിനൊക്കെ ഞാൻ എത്ര പ്രാവശ്യം തൊടുപുഴയ്ക്കും ഇവിടെയായിട്ട് എൻ്റെ മകളെയായിട്ട് നടന്നറിയും. എന്നിട്ടാണ് ഇതാകുന്നത്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡെവറിയും സ്വർണവും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ 4 അവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുവോ വരുവോ ചെയ്തിട്ടില്ല. 4ാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ട് പോലും വന്നില്ല. അതിലില്ല അവൾക്ക് ഒത്തിരി. എന്നിട്ട് അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഇതൊന്നും ഒരു കാലത്തും തീരിയല്ല, എനിക്ക് പണിയും കിട്ടിയല്ല, എൻ്റെ കാര്യം ഇതാ. വേറെ എന്നിട്ട് എൻ്റെ മക്കളൊക്കെ 1 ലക്ഷം രൂപ ഫീസ് വരെ അടച്ചിട്ടുള്ള N+6 പരീക്ഷ എഴുതാൻ. അത് ഓൺലൈനിൽ കൂടെ ഉള്ളത് ഇവിടെ ഇരുന്ന് വാട്സപ്പിന് ഇതിനകത്ത് ലാപ്ടോപ്പും ഒക്കെ വെച്ചിട്ട് ഞാൻ വൈഫൈ എടുത്ത് കൊടുത്ത് പഠിച്ചെല്ലാം നോട്ട് എഴുതി വെച്ചിരിക്കുക. അതിനന്നേരം അവൾ കർണാടകത്തിലാണ് BSc നഴ്സിംഗ് പഠിച്ചത്, ഹൈദരാബാദിലാണ് GNM പഠിച്ചത്. അതിന് ഡാറ്റ ഫ്ലോ ചെയ്താണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചോദിക്കും ഒരാഴ്ച 2 ആഴ്ച മാസങ്ങളായി അത് കിട്ടുന്നില്ല. അത് കിട്ടിയാലും അത് ചെയ്യാൻ പോകും. വാട്സപ്പിലെങ്ങാണ്ട് വിളിച്ചു എന്നല്ലേ ഇപ്പോൾ പറയുന്നത് പോലീസ്. അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഞാൻ ഇപ്പം അവരെന്നോട് SI ഏറ്റുമാനൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് അവരിവിടെ വന്നിട്ട് എൻ്റെ ഭാര്യയോട് ഒരു പരാതി കൂടെ എഴുതി മേടിച്ചു. എന്നിട്ട് 9 മാസം മുമ്പത്തെ പരാതി കൂടെ വെച്ചിട്ട് ഇപ്പോൾ അവർ കേസ് പോയിരിക്കുന്നെന്നും അവനെ അറസ്റ്റ് ചെയ്തെന്നും എന്നൊക്കെ SI വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞതാണ്.